ഹലോ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പൊളി ഐറ്റം ഉണ്ടാക്കാം. ഇത്തരം ഒരു ബോൾ കഴിച്ചാലുണ്ടല്ലോ നമ്മുടെ എനർജി ലെവൽ, അതായത് പ്രോട്ടീൻ ലെവൽ വളരെ മെച്ചപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് സാധനങ്ങൾ വേണമെന്നേ ഉള്ളൂ. പക്ഷെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടും. അത്ര ഒരു ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആർട്ട് ആൻഡ് ബിയോണ്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നോക്കാം. ഇത് ഫ്ലാക്സ് സീഡാണ്, ഇത് സൺഫ്ലവർ സീഡാണ്, ഇത് വാട്ടർമെലൺ സീഡാണ്, വാൽനട്ട്, പംകിൻ സീഡ്, ഉണക്കമുന്തിരി ബ്ലാക്ക്, അത്തിപ്പഴം, അതുപോലെ തന്നെ ബദാം, പിസ്ത, കറുത്ത എള്ള്, നട്ട്സ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, മഞ്ഞ, ഇത്രയും സാധനങ്ങൾ അതിന് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 100 ഗ്രാം നെയ്യും പിന്നെ അതിനൊപ്പം തന്നെ അത്തിപ്പഴവും ഈന്തപ്പഴവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈന്തപ്പഴം 250 ഗ്രാമും അത്തിപ്പഴം 100 ഗ്രാമുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരുവിധം നന്നായി തന്നെ കുഴഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. ഒത്തിരി തീ കൂട്ടിയിടണ്ട, അല്ലാതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒരു 100 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി നട്ട്സും സീഡ്സും എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. സീഡ്സും നട്ട്സും എല്ലാം 50 ഗ്രാം വെച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുവിധം നന്നായി വറുത്തെടുക്കുക, എന്നോർത്ത് ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട. ഇനി നമുക്ക് ഈന്തപ്പഴം ചേർത്ത് നട്ട്സും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം, എന്നാലേ ഈന്തപ്പഴത്തിലേക്ക് നട്ട്സും സീഡ്സും എല്ലാം കൂടി ചേർന്ന് വരികയുള്ളൂ. ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കുക. ദിവസവും ഓരോന്ന് കഴിക്കുക. നമ്മുടെ എല്ലാവരുടെയും പ്രോട്ടീൻ ലെവലെല്ലാം നന്നായി വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.